Welcome to the YouTube channel of Vyasa Institute of Mathematics. In these episodes, we are discussing the questions for BTech, mathematics questions on mathematics for BTech. In this episode also, we are concentrating on questions of S2 second semester question. That means vector calculus and differential equations. അതിലെ എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഓരോ ക്വസ്റ്റ്യനുകളും ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ തിയറി പാർട്ടും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ എപ്പിസോഡുകൾ കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ബിടെക്കിൻ്റെ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ടു എൻകറേജ് us, you please subscribe this channel and like this channel and share this channel also to the others. സോ ഈ എപ്പിസോഡിൽ നമുക്ക് 2024 മെയ്യിൽ ചോദിച്ച 2024 മോഡ്യൂൾ വണ്ണില് വരുന്നത് വെക്ടർ കാൽക്കുലസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേഡിയന്റ്, ഡൈവർജൻസ്, കേൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ ആ ഗ്രേഡിയന്റും ഡൈവർജൻസും കേളും തന്നെ ഉൾപ്പെടുന്നതിലെ ഡെൽ ഓപ്പറേറ്ററുമായി ഉൾപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുക. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് May 2024 ക്വസ്റ്റ്യൻ, മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ആണ്. ഇഫ് വെക്ടർ ആർ ഈക്വൽ ടു xi plus yj plus zk, if vector are equal to xi plus yj plus zk and r equal to modulus of vector r, prove that del f of r equal to f dash r into vector r divided by r. This is the question. If vector r equal to xi plus yj plus k and r equal to modulus of vector r, prove that del f of r equal to f dash r into vector r divided by r. 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. As you know, del means I into dou by dou x plus j into dou by dou y plus k into dou by dou z. ഇതിനെയാണ് ഡെൽ ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. Del means I into partial derivative with respect to x plus j into partial derivative with respect to y plus k into partial derivative with respect to z. Here we are asked to get del f of r. അപ്പോൾ I into dou by dou x of f of r plus j into dou by dou y of f of r plus k into dou by dou z of f of r. ഇങ്ങനെയാണ് വരിക. I into dou by dou x of f of r plus j into dou by dou y of f of r plus k into dou by dou y of f of r. ഇത് എഴുതുമ്പോൾ ഈക്വൽ ടു I into dou by dou x of f of r. f of r ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. അത് എടുക്കുമ്പോൾ f of r ന്റെ ഡെറിവേറ്റീവ് f dash r into r ന്റെ ഡെറിവേറ്റീവ് പറയണം. അപ്പോൾ into dou r by dou x. I into f dash r into dou r by dou x plus j into ഇവിടെയും അതുപോലെ തന്നെ എഴുതുമ്പോൾ f dash r into derivative of r with respect to y, that is dou r by dou y plus k into, here also it is f dash r into dou r by dou z. del f of r എഴുതുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇപ്പൊ ഈ സ്റ്റെപ്പിൽ നമുക്ക് ഈ dou r by dou x, dou r by dou y, dou r by dou z ന്റെ വാല്യൂസ് അറിയണം. അത് അറിയാൻ നമുക്ക് r എന്താണ് എന്ന് നോക്കാം. Here r means, small r means modulus of vector r. അപ്പോ മോഡുലസ് ഓഫ് വെക്ടർ ആർ എന്ന് പറയുന്നത് ഈ വെക്ടറിന്റെ മോഡുലസ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതാണ് ആർ എന്നുള്ളത്. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. നമുക്കതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും.
r square equal to x square plus y square plus z square. So we can find dou r by dou x from this step. ഈ സ്റ്റെപ്പിൽ നമുക്ക് dou r by dou x നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ r സ്ക്വയർ എഴുതിയിട്ടുള്ളത് r സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r ഇൻറ്റു ആറിന്റെ ഡെറിവേറ്റീവ് ഡോ ആർ ബൈ ഡോ എക്സ്. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r ഇൻറ്റു ആറിന്റെ ഡെറിവേറ്റീവ് ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് 0, സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 0. അപ്പോൾ 2r ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x എന്ന് കിട്ടി. Therefore ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x divided by 2r means x by r. ഇതാണ് ഡോ ആർ ബൈ ഡോ എക്സ് കിട്ടുക. ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ബൈ ആർ. സിമിലർലി ഇനി നമ്മൾ മറ്റേ ഡോ ആർ ബൈ ഡോ വൈ നമുക്ക് ഇത് നോക്കിക്കൊണ്ട് എഴുതാൻ പറ്റും. അപ്പൊ സിമിലർലി ഡോ ആർ ബൈ ഡോ വൈ ഈക്വൽ ടു വൈ ബൈ ആർ ആൻഡ് ഡോ ആർ ബൈ ഡോ സെഡ് ഈക്വൽ ടു സെഡ് ബൈ ആർ എന്ന് കിട്ടി. സോ ഡെൽ എഫ് ഓഫ് ആർ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഡോ ആർ ബൈ ഡോ എക്സും ഡോ ആർ ബൈ ഡോ വൈ ഡോ ആർ ബൈ ഡോ എക്സും കിട്ടി. ഇനിയിപ്പോ നമുക്ക് അത് ഈ സ്റ്റെപ്പ് 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സ്റ്റെപ്പ് 1ലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽ എഫ് ഓഫ് ആർ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇതാണ്. അവിടേക്ക് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡെൽ എഫ് ഓഫ് ആർ ഈക്വൽ ടു ഐ ഇൻറ്റു എഫ് ഡാഷ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ബൈ ആർ എന്നിടാം. ഐ ഇൻറ്റു എഫ് ഡാഷ് ആർ ഇൻറ്റു എക്സ് ബൈ ആർ പ്ലസ് ജെ ഇൻറ്റു എഫ് ഡാഷ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ, അത് വൈ ബൈ ആർ ആണ്. സോ വൈ ബൈ ആർ പ്ലസ് കെ ഇൻറ്റു എഫ് ഡാഷ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ സെഡ്, അത് സെഡ് ബൈ ആർ ആണ്. ഡോ ആർ ബൈ ഡോ എക്സിനും ഡോ ആർ ബൈ ഡോ വൈക്കും ഡോ ആർ ബൈ ഡോ സെഡിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നൗ വി ഹാവ് എഫ് ഡാഷ് ആർ ഡിവൈഡ് ബൈ ആർ ആസ് എ കോമൺ ഫാക്ടർ. എഫ് ഡാഷ് ആർ ഡിവൈഡ് ബൈ ആർ ഇവിടെയുണ്ട്, ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. സോ എഫ് ഡാഷ് ആർ divided by r is a common factor. Taking that out, then we get I into x plus j into y plus k into z. I into x plus j into y plus k into z. But this I into xi plus yj plus k, that is vector r. അപ്പോൾ നോക്കിയത് equal to f dash r divided by r into ഇതിന് പകരം വെക്ടർ r എന്നല്ല, തന്നിരിക്കുന്ന വെക്ടർ r എന്നുള്ളത് ഇതായിരുന്നു. So this is the answer. Del f of r is equal to f dash r divided by r into vector r എന്ന് കിട്ടി. അപ്പോ ഇവിടെ ഈ ഡെൽ ഉപയോഗിച്ചുള്ള പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾ ആറിനെ വരുമ്പോൾ r എന്നുള്ളത് മോഡുലസ് വെക്ടർ ആണെങ്കിൽ r സ്ക്വയർ എഴുതിയിട്ട് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈ സ്റ്റെപ്പുകൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഡോ ആർ ബൈ ഡോ എക്സ് നിങ്ങൾക്ക് എക്സ് ബൈ ആർ കിട്ടും, ഡോ ആർ ബൈ ഡോ വൈ വൈ ബൈ ആർ, ഡോ ആർ ബൈ ഡോ എക്സ് റിസൾട്ട് ബൈ ആർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതിയാവും ഇത് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യനുകളിലെല്ലാം. ഓക്കെ, then let us move to the next question. The next question is that also in 2024 2024 മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻ തന്നെയാണ്. 2024 മെയില് മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് del cross f. Del cross f if vector f equal to y square x into I minus 3yz into j plus xz into k. Find del cross f if vector f is equal to y square x into I minus 3yz into j plus xz into k. That is a question. അതും 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മെയ് 2024 ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻ. ഇവിടെ ഡെൽ ക്രോസ്
നമ്മൾ ഡെൽ ക്രോസ് എന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് കേൾ എഫ് എന്നാണ്. ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ കേൾ എഫ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ അത് ഡൈവ് എഫ് ആണ്, ഡൈവർജൻസ് ഓഫ് എഫ്. ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ കേൾ എഫ് ആണ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഡൈവ് എഫ് ആണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡെൽ ക്രോസ് എന്ന് പറയുമ്പോൾ അതിനെ കേൾ എന്ന് വായിക്കാം. ഇവിടെ വീണ്ടും ഡെൽ ക്രോസ് ഉണ്ട്. അപ്പൊ കേൾ ഓഫ് കേൾ എഫ്, കേൾ എഫിന്റെ കേൾ എടുക്കാനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ കേൾ കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ് പറഞ്ഞിരുന്നു. എഫ് എന്ന് പറയുന്ന വെക്ടർ f1i പ്ലസ് f2j പ്ലസ് f3k. എഫ് എന്നുള്ള വെക്ടർ f1i പ്ലസ് f2j പ്ലസ് f3k ആയാൽ then del cross f, that means curl f, is equal to determinant I j k. അടുത്ത റോയിൽ പാർഷ്യൽ ഡെറിവേറ്റീവുകളാണ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. സെക്കൻഡ് റോയിൽ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ. തേർഡ് റോയിൽ ഈ ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യന്റുകൾ f1, f2, f3. ഇങ്ങനെയാണ് കേൾ കണ്ടുപിടിക്കുക. ഡെൽ ക്രോസ് ഒരു വെക്ടർ എഴുതണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഡിറ്റർമിനന്റ് ആക്കണം. ഫസ്റ്റ് റോയിൽ ഐ ജെ കെ, സെക്കൻഡ് റോയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് സിംബൽസ്, തേർഡ് റോയിൽ ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ്. അതാണ് ഡെൽ ക്രോസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഡെൽ ക്രോസ് എഫ് ആണ് വേണ്ടതെങ്കിൽ ആദ്യം ഈ ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ, then dou by dou x, dou by dou y, dou by dou z. ഇനി f1 എന്ന് വിളിക്കേണ്ടത് ഈ f1 ആയിട്ട് ഇവിടെ വരുന്നത് y സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് y സ്ക്വയർ എക്സ് എഴുതാം. f2 ആയിട്ട് ഇവിടെ വരുന്നത് മൈനസ് 3yz ആണ്. f2 ആയിട്ട് ഇവിടെ വരുന്നത് മൈനസ് 3yz ആണ്. സോ ഇവിടെ നമുക്ക് മൈനസ് 3yz എഴുതാം. f3യുടെ പ്ലേസിൽ ഇവിടെ കാണുന്നത് xz ആണ്. സോ ഇവിടെ xz എഴുതി. ഇതാണ് കേൾ എഫിന്റെ ഡിറ്റർമിനന്റ്. ഇനി നമുക്ക് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യണം. ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ. ആദ്യം ഐ ഇൻറ്റു ഫസ്റ്റ് റോയിലെ നമ്പർ ഐ ഇൻറ്റു എടുത്താൽ ഇങ്ങോട്ടും ഡയഗണലി മൾട്ടിപ്ലൈ ആണ്. ഇത് ഡെറിവേറ്റീവ് ആണ്. അപ്പോ ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇസഡ്, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇസഡ് മൈനസ് ഇനി ഇങ്ങോട്ട് ഡോ ബൈ ഡോ സെഡ് ഓഫ് മൈനസ് 3yz. ഇങ്ങനെ വരും. ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് മൈനസ് 3yz. ദെൻ അടുത്തത് മൈനസ് ജെ ഇൻറ്റു ഐ ഇൻറ്റു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മൈനസ് ജെ, ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ മൈനസ് ജെ ഇൻറ്റു. അപ്പോൾ ഈ രണ്ടും കൂടെയാണ്, ഇത് രണ്ടും കൂടെയും. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ സ്ക്വയർ എക്സ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ സ്ക്വയർ എക്സ്. ദെൻ പ്ലസ് കെ ഇൻറ്റു ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 3yz മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ എക്സ്. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഈ ഡെറിവേറ്റീവുകളെല്ലാം കണ്ടുപിടിക്കണം. So that it is equal to I into dou by dou y of x z. ഇതിനകത്ത് വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ y ഇല്ല, എക്സും z മാത്രമേ ഉള്ളൂ. വിത്ത് റെസ്പെക്ട് ടു y പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിനെയും z കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ഡോ ബൈ ഡോ z ഓഫ് മൈനസ് 3yz. അപ്പൊ ഇവിടെ മൈനസ് 3y കോൺസ്റ്റന്റ് ആണ്, z ന്റെ ഡെറിവേറ്റീവ് 1. സോ അത് മൈനസ് 3y എന്ന് മാത്രം കിട്ടി. ഇനി മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇസഡ് ആകുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1
ഇൻറ്റു സെഡ് കോൺസ്റ്റന്റ്, അപ്പോൾ സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ സ്ക്വയർ എക്സ് ആകുമ്പോൾ സെഡ് ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് അത് 0. Then പ്ലസ് കെ ഇൻറ്റു ഈ ടൈമില് ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 3y, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എക്സ് ഇല്ല, അപ്പൊ ഡെറിവേറ്റീവ് 0 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ ഈക്വൽ ടു ഇത് 3y ഇൻറ്റു ഐ മൈനസ് ജെ ഇൻറ്റു സെഡ്, അപ്പൊ മൈനസ് സെഡ് ജെ പ്ലസ് കെ ഇൻറ്റു മൈനസ് 2yx, അപ്പൊ മൈനസ് 2yx ഇൻറ്റു കെ ഇങ്ങനെ കിട്ടി. ഇതാണ് ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന വെക്ടറിന്റെ കേൾ ആണ് ഇപ്പൊ കിട്ടിയത്. ഡെൽ ക്രോസ് എഫ് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി ഈ കിട്ടിയതിന്റെ ഡെൽ ക്രോസ് ആണ്. ഈ കിട്ടിയ വെക്ടറിന്റെ കേൾ കണ്ടുപിടിക്കണം. ഡെൽ ക്രോസ് എന്ന് പറയുമ്പോൾ കേൾ എന്ന അർത്ഥം. ഡെൽ ക്രോസ് എഫ് ആണ്. ഡെൽ ക്രോസ് എഫ് ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആൻസർ. ഇനി ഇതിന്റെ കേൾ ആണ്. സോ അഗൈൻ we have to take the determinant as in the previous step. So determinant I j k, second row il dou by dou x, dou by dou y, dou by dou z. Second row il dou by dou x, dou by dou y, dou by dou z. ഇനി third row il I യുടെ കോഎഫിഷ്യന്റ്, j യുടെ കോഎഫിഷ്യന്റ്, k യുടെ കോഎഫിഷ്യന്റ്. I യുടെ കോഎഫിഷ്യന്റ് ഇവിടെ കാണുന്നത് 3y ആണ്. സോ ഇവിടെ 3y ഉണ്ട്. j യുടെ കോഎഫിഷ്യന്റിൽ ഇവിടെ വരുന്നത് മൈനസ് z ആണ്. നെഗറ്റീവ് കൂടെ ചേർത്തെടുക്കണം, മൈനസ് z. k യുടെ കൂടെ ഇവിടെ ഉള്ളത് മൈനസ് 2yx ആണ്. സോ അപ്പൊ ഇവിടെ മൈനസ് 2yx. ഇതാണ് കേൾ ഓഫിന്റെ ഡിറ്റർമിനന്റ് എഴുതുന്നത്. ഇനി നമ്മൾ ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ നടത്തിയാൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ ആവും. സോ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഐ ഇൻറ്റു എടുക്കുമ്പോൾ ഡോ ബൈ ഡോ വൈ ഇങ്ങോട്ട്, ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് 2yx മൈനസ് ഇങ്ങോട്ട് ഡോ ബൈ ഡോ സെഡ് ഓഫ് മൈനസ് സെഡ്. അടുത്തത് മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ്, ഇത് രണ്ടും കൂടി ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 2yx മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 3y, ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 2yx മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 3y പ്ലസ് k ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് z, ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് z മൈനസ് ഡോ ബൈ ഡോ y ഓഫ് 3y. I ഇൻറ്റു ഡോ ബൈ ഡോ y ഓഫ് മൈനസ് 2yx എഴുതി, മൈനസ് ഡോ ബൈ ഡോ y ഓഫ് മൈനസ് z എഴുതി. ഇനി മൈനസ് j ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 2yx എഴുതണം, മൈനസ് ഡോ ബൈ ഡോ z ഓഫ് 3y. അടുത്തത് പ്ലസ് k ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് z മൈനസ് ഡോ ബൈ ഡോ y ഓഫ് 3y. ഇനി ആ ഡെറിവേറ്റീവുകളും കൂടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയി. അപ്പൊ ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ y ഓഫ് മൈനസ് 2yx എന്നുള്ളത് മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ്, വൈയുടെ ഡെറിവേറ്റീവ് 1, 2ഉം എക്സും കോൺസ്റ്റന്റ് ആണ്, മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് മൈനസ് സെഡ് എന്ന് പറയുമ്പോൾ മൈനസിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 2yx, അപ്പോൾ മൈനസ് 2y കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 3y, ഇവിടെ സെഡ് ഇല്ല, അപ്പൊ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ, അപ്പൊ ഡെറിവേറ്റീവ് 0 പ്ലസ് k ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് സെഡ്, ഇവിടെ എക്സ് ഇല്ല, അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3y, അപ്പൊ 3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1, സോ ആൻസർ 3. അപ്പോൾ ഇവിടെ ഈക്വൽ ടു ഇത് കിട്ടുന്നത് ഐ ഇൻറ്റു മൈനസ് 2x പ്ലസ് 1 മൈനസ് ജെ ഇൻറ്റു മൈനസ് 2y വരുന്നു, അപ്പൊ പ്ലസ് ജെ ഇൻറ്റു 2y പ്ലസ് k ഇൻറ്റു മൈനസ് 3, അപ്പൊ മൈനസ് 3k എന്ന് കിട്ടി. സോ ദിസ് ഈസ് ദ ആൻസർ. ഡെൽ ക്രോസ് എഫ്. അപ്പൊ ഡെൽ ക്രോസ് എന്ന് പറഞ്ഞാൽ കേൾ ആണെന്ന് മനസ്സിലാക്കണം. കേൾ കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. അപ്പോ തന്നിരിക്കുന്ന വെക്ടറിന്റെ കേൾ ആദ്യം കണ്ടുപിടിച്ചു. കേൾ കിട്ടുന്നത് ഒരു വെക്ടർ തന്നെയാണ്. പിന്നെ ആ വെക്ടറിന്റെ കേൾ വീണ്ടും കണ്ടുപിടിച്ചു.
അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയി. ഇത് കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 7 മാർക്സ് ഈസി ആയിട്ട് കിട്ടും. ദെൻ യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് 2024 തന്നെ ജാനുവരിയിൽ 2024 ജാനുവരിയിൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് വെക്ടർ ഇന്റഗ്രേഷന്റെ ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ എപ്പിസോഡുകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം വെക്ടർ ഡെറിവേറ്റീവിന്റെ കാര്യമായിരുന്നു, വെക്ടർ ഡിഫറൻഷിയേഷന്റെ കാര്യമായിരുന്നു. ആ വെക്ടറിന്റെ ഡെറിവേറ്റീവിന്റെ ടോപ്പിക് ആയിരുന്നു ഗ്രേഡിയന്റും ഡൈവർജൻസും കേളും. ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ, ക്വസ്റ്റ്യനുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യനുകളൊക്കെ തന്നെയാണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത്. അവിടെ വേറെ മറ്റു ക്വസ്റ്റ്യനുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വെക്ടർ ഇന്റഗ്രേഷനിലേക്ക് നീങ്ങുകയാണ്. വെക്ടർ ഇന്റഗ്രേഷനിലേക്ക് വരുമ്പോൾ 3 ടൈപ്പ് ഇന്റഗ്രേഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഒന്ന് ലൈൻ ഇന്റഗ്രൽ, മറ്റൊന്ന് സർഫസ് ഇന്റഗ്രൽ, മൂന്നാമത് വോളിയം ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ സിംഗിൾ ഇന്റഗ്രേഷൻ ആയിരിക്കും. സർഫസ് ഇന്റഗ്രലിൽ 2 വേരിയബിൾസ് ഉണ്ടാവും, അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ആണ് വരിക. വോളിയം ഇന്റഗ്രൽ വരുമ്പോൾ 3 വേരിയബിൾസ് വരും, അപ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽസ് വരും. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3 ഇന്റഗ്രേഷൻ സിമ്പിൾസ് ഉൾപ്പെട്ടത് വരുന്നതായിരിക്കും ട്രിപ്പിൾ ഇന്റഗ്രൽ അഥവാ വോളിയം ഇന്റഗ്രൽ. നമുക്ക് ആദ്യം ഇപ്പോൾ ലൈൻ ഇന്റഗ്രലിന്റെ, അതായത് സിംഗിൾ വേരിയബിളും സിംഗിൾ ഇന്റഗ്രലും ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി. വെക്ടർ ഇന്റഗ്രേഷനിലെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാത്ത് പറയണം. ആ പാത്തിലൂടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ സി എന്ന് പറയുന്ന ഒരു കർവിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇന്റഗ്രൽ ഓവർ സി, ഇന്റഗ്രലിന്റെ താഴെ സി എന്ന് എഴുതും, അത് ഇന്റഗ്രൽ ഓവർ സി എന്ന് വായിക്കും. അപ്പോൾ ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 3x² + y² dx + 2xy dy. ഇതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിന് ഈ കർവ് സിയുടെ ഇക്വേഷൻ ഇതുപോലെ തന്നിട്ടുണ്ട്. ഇങ്ങനെ എക്സും വൈയും ഇതുപോലെ 2 സ്റ്റെപ്പായിട്ട് തരുമ്പോൾ അത് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയാം. ഇങ്ങനെ കർവിന്റെ ഇക്വേഷൻ x = cos t, y = sin t. അത് ആക്ച്വലി ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ഒരു സർക്കിളിലെ 0 മുതൽ π/2 വരെ, അതായത് സർക്കിളിലെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പോർഷൻ ഈ കർവിലൂടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഈ എക്സ്പ്രഷനെ ഈ കർവിലൂടെ 0 മുതൽ π/2 വരെ വരുമ്പോൾ ഇവിടെ തുടങ്ങി ഇവിടം വരെ വരിക. അപ്പൊ ഇത്രയും ഭാഗത്തൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ആ കർവിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ വേറെ ഒന്നും പ്രശ്നമില്ല. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനിലെ എക്സും വൈയും എല്ലാം ഈ കർവിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് മാറ്റിയെടുക്കണം. നിങ്ങൾ കർവിന്റെ ഇക്വേഷനിൽ x = cos t എന്നും y = sin t എന്നും പറയുന്നുണ്ട്. അത് ഇവിടെ മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ടിയിൽ മാത്രമായി കിട്ടും. അപ്പോൾ ഒറ്റ വേരിയബിൾ മാത്രമായി വരുന്നു. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും, യൂസിംഗ് ദ ലിമിറ്റ് 0 to π/2. അപ്പൊ ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് dxഉം dyയും ആവശ്യമുണ്ട്. ഇവിടെ dx ഉണ്ട്, dy ഉണ്ട്. അതുകൊണ്ട് തന്നിരിക്കുന്ന കർവിന്റെ ഇക്വേഷനിൽ നിന്ന് dxഉം dyയും നമ്മൾ കണ്ടുപിടിക്കണം. x = cos t, y = sin t ആണ്. അപ്പൊ therefore dx = cos t യുടെ ഡെറിവേറ്റീവ് അത് -sin t dt എന്ന് എഴുതാം. അതുപോലെ y = sin t ഉണ്ട്. അപ്പൊ dy = cos t × t യുടെ ഡെറിവേറ്റീവ് dt, t ഡിഫറൻഷ്യൽ ചേർക്കണം. അപ്പോൾ dx എന്ന് പറയുന്നത് x = cos t ആയതുകൊണ്ട് dx = -sin t × t യുടെ ഡിഫറൻഷ്യൽ dt ചേർത്തു. y = sin t ആയതുകൊണ്ട് dy എന്നുള്ളത് cos t dt ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട 3x² + y² × dx കണ്ടുപിടിക്കുന്നതാണ്. 3x² + y² × dx + 2xy × dy ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിലേക്ക് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് കാണുന്നിടത്തെല്ലാം cos t എന്നും y കാണുന്നിടത്ത് sin t, dx കാണുന്നിടത്ത് -sin t dt, dyക്ക് പകരം cos t dt. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3x², അപ്പൊ 3 × cos² t + y² എന്ന് പറയുമ്പോൾ sin² t × dx എന്നുള്ളത് -sin t dt പ്ലസ് അടുത്തത് 2xy. സോ 2 × x എന്നുള്ളത് cos t ×
y എന്നുള്ളത് സൈൻ ടി ഇൻറ്റു ഡി വൈ എന്നുള്ളത് കോസ് ടി ഡി ടി. ഇങ്ങനെയായിട്ട് കിട്ടി. കംപ്ലീറ്റ് എക്സിനും വൈക്കും പകരം കർവിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് 3 cos square t പ്ലസ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു മൈനസ് സൈൻ ടി ഡി ടി ഉണ്ട്, പ്ലസ് ഇവിടെ 2 cos t ഇൻറ്റു സൈൻ ടി ഇൻറ്റു കോസ് ടി. അപ്പൊ 2 cos square t ഇൻറ്റു സൈൻ ടി ഡി ടി എന്നുണ്ട്. ഇനി അത് ഫർദർ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഈ രണ്ട് ടേമിലും ഒരു സൈൻ ടി ഡി ടി കാണുന്നുണ്ടല്ലോ. അപ്പൊ സൈൻ ടി ഡി ടിയെ കോമൺ ഫാക്ടർ പുറത്തേക്ക് മാറ്റാം. സൈൻ ടി ഡി ടി പുറത്തേക്ക് മാറ്റിയാൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതുകൂടെ അകത്തേക്ക് എടുക്കുമ്പോൾ -3 cos സ്ക്വയർ ടി, ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ ടി, പിന്നെ ഇവിടുന്ന് സൈൻ ടി പുറത്തേക്ക് മാറ്റുന്നു, സൈൻ ടി ഡി ടി മാറ്റുന്നു. അപ്പൊ +2 cos സ്ക്വയർ ടി ഇൻറ്റു ഡി ടി എന്ന് കിട്ടി, ഇൻറ്റു സൈൻ ടി ഡി ടി. സൈൻ ടി ഡി ടി രണ്ടിടത്തും ഉള്ളത് കൊണ്ട് അതിനെ കോമൺ ഫാക്ടർ എടുത്തു. ഇപ്പോ കുറച്ചുകൂടി അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ -3 cos സ്ക്വയർ ടിയും +2 cos സ്ക്വയർ ടിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് -cos സ്ക്വയർ ടി എന്ന് കിട്ടി. -cos സ്ക്വയർ ടി. അടുത്തത് ഇവിടെ -sin സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി ഡി ടി. ഇവിടെ ഒരു നെഗറ്റീവിനോട് കോമൺ ഫാക്ടർ പുറത്തേക്ക് മാറ്റിയാൽ, ഒരു നെഗറ്റീവ് പുറത്തേക്ക് മൈനസ് ഓഫ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി, കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി ഡി ടി എന്ന് കിട്ടി. കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി ഡി ടി. ബട്ട് വി നോ ദാറ്റ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈസ് 1. cos square t plus sin square t 1 ആണ്. So it is -1 into sin t dt. That is equal to -sin t dt. അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ സിമ്പലിനുള്ളിൽ ഉണ്ടായിരുന്ന ഇന്റഗ്രൽ ഓവർ c 3x² + y dx plus 2xy dy എന്ന് പറയുന്ന പാർട്ട് അത് ഇന്റഗ്രൽ -sin t dt എന്ന് മാത്രമായി മാറി കിട്ടി. ആ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട എക്സ്പ്രഷനിലേക്ക് കർവിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരൊറ്റ ടി എന്നുള്ള വേരിയബിൾ മാത്രമായിട്ട് കിട്ടി. അത് സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് -sin t dt എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനില് ടിയുടെ വേരിയേഷൻ ആദ്യം എഴുതി വെച്ചിരുന്നത് 0 ≤ t ≤ π/2 എന്നുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയപ്പോൾ 0 ≤ t ≤ π/2 എന്നുണ്ടായിരുന്നു. അതായത് ഈ പോയിന്റ് തുടങ്ങി ഈ പോയിന്റ് വരെ ഇവിടെ ടിയുടെ വാല്യൂ 0യും ഇവിടെ ടിയുടെ വാല്യൂ π/2 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ ഇവയാണ് ലിമിറ്റുകളായി ഉപയോഗിക്കേണ്ടത്. ഈ രണ്ട് നമ്പറും ലിമിറ്റുകളായി ഉപയോഗിക്കണം. അപ്പൊ ലിമിറ്റ് ഇവിടെ 0 to π/2 എന്ന് കൊടുക്കണം. ഇനിയുള്ളത് ഈ പാർട്ടിന്റെ ഇന്റഗ്രേഷൻ മാത്രമാണ്. ബേസിക് ഇന്റഗ്രേഷൻ ഒക്കെ ആവശ്യമുണ്ടാവുള്ളൂ, അല്ലാതെ കൂടിയ ലെങ്തി പ്രോസസ് വരുന്ന ഇന്റഗ്രേഷൻ ഒന്നും വേണ്ടി വരില്ല നമുക്ക്. അപ്പൊ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇനി മൈനസ് കോൺസ്റ്റന്റ് ഉണ്ട്. സൈൻ ടിയുടെ ഇന്റഗ്രൽ, സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണ്. അപ്പൊ സൈൻ ടിയുടെ ഇന്റഗ്രൽ -cos t കിട്ടി. സൈൻ ടിയുടെ ഇന്റഗ്രൽ -cos t. ഇനി ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് ഇടുന്നത് 0 to π/2. 0 to π/2 ലിമിറ്റ് കൊടുക്കും. ഈക്വൽ ടു ഇത് ഈ മൈനസും കൂടി പോസിറ്റീവായി. അപ്പൊ cos t ലിമിറ്റ് 0 to π/2. cos t ലിമിറ്റ് 0 to π/2. ഇതിന്റെ ആൻസർ ഇനി അപ്പർ ലിമിറ്റ് ടിക്ക് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് cos π/2 മൈനസ് cos 0. cos π/2ന്റെ ആൻസർ 0 ആണ്. cos 0യുടെ ആൻസർ 1 ആണ്. അപ്പൊ 0 - 1. സോ ഈക്വൽ ടു -1 എന്ന് ആൻസർ കിട്ടി. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. തന്നിരിക്കുന്ന എക്സ്പ്രഷനിലെ എക്സിനും വൈക്കും പകരം കർവിന്റെ ഇക്വേഷൻ എന്നുള്ള പാരാമെട്രിക് എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം dxും dyയും കൂടി പുതിയതായി കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈന് ശേഷം ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ബേസിക് ഇന്റഗ്രേഷന്റെ ആവശ്യമേ വരുന്നുള്ളൂ. നിങ്ങൾ ആ ബേസിക് ഇന്റഗ്രേഷന്റെ ഫോമുലകളെല്ലാം ഒന്ന് പഠിച്ചു വെക്കണം.
സൈൻ ടിയുടെയും കോസ് ടിയുടെയും സീക്സ് അങ്ങനെ ആ ബേസിക് ഇന്റഗ്രലിന്റെ ഫോമുലകളെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ആ ബേസിക് ഇന്റഗ്രേഷൻ നടത്തി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇതില് നമുക്ക് സിംഗിൾ ഇന്റഗ്രലിൽ തന്നെ ലൈൻ ഇന്റഗ്രലിന്റെ കേസിൽ ഇത്രയേ ഉള്ളൂ ആവശ്യമുള്ളത്. ഇനി ലൈൻ ഇന്റഗ്രലിന്റെ കേസിൽ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനുകളുണ്ട്. വർക്ക് ഡൺ കണ്ടുപിടിക്കാനും പിന്നീട് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് 0 തുടങ്ങി π/2 വരെ ഈ ഒരു പാത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു പാത്ത് അല്ല. ചില ക്വസ്റ്റ്യനിൽ ഏത് പാത്തിലൂടെ, ഈ കർവിലൂടെ അല്ല, ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ വന്നാലും ഒരു കർവിലൂടെ വന്നാലും ഏത് പാത്തിലൂടെ വന്നാലും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുക, അറിയുക എന്നുള്ള ടോപ്പിക്കൊക്കെയാണ് അടുത്തത് നോക്കാനുള്ളത്. അത് നമുക്കിനി അടുത്ത ഒരു എപ്പിസോഡിൽ നോക്കാം. അതിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എപ്പോഴും അത്രയും ടോപ്പിക്കുകൾ, ഈ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഈ എപ്പിസോഡുകൾ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. തരുന്ന ക്വസ്റ്റ്യൻസ്, ഞാൻ ഇവിടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളും കൂടി വർക്കൗട്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ പോരാ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ട്സ് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു നോക്കുക. അപ്പോൾ മറക്കരുത്, നിങ്ങൾ ഈ എപ്പിസോഡുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, കുറച്ച് എന്തെങ്കിലും മാറ്റം വേണം, വേറെ എന്തെങ്കിലും എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്തു തരണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്ത് അറിയിക്കുക. അത് നമുക്ക് തീർച്ചയായും ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.